സോ അതുകൊണ്ടാണ് ക്രിസ്മസ് സമയത്ത് നമ്മൾ കേക്ക് കഴിക്കുന്നത്. ക്രിസ്മസ് സെലിബ്രേഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു സമയത്ത് ഏൻഷ്യൻ റോമിൽ ഒരു വിന്റർ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു, സറ്റേർണേലിയ. ഈ ഒരു ഫെസ്റ്റിവലിന്റെ സമയത്ത് സോൾജേഴ്സും സാധാരണ ആൾക്കാരും ബാർലി, പൊമഗ്രാനൈറ്റ് സീഡ്സ്, നട്ട്സ്, ഹണി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു ടൈപ്പ് ഓഫ് ഫീസ്റ്റ് പ്രിപ്പയർ ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ക്രിസ്ത്യാനിറ്റിയുടെ വരവോടുകൂടി ക്രിസ്മസ് ഇത്തരത്തിലുള്ള പേഗൻ ഫെസ്റ്റിവൽസിനെ റീപ്ലേസ് ചെയ്തെങ്കിലും അതിലെ പല ഫീച്ചേഴ്സും ഇന്നും നിലനിൽക്കുന്നുണ്ട്, ലൈക്ക് ദിസ് ഫീസ്റ്റ്. ആൻഡ് മിഡിൽ ഏജസിൽ ഈ ഒരു ഐറ്റം പ്ലം പോറഡ്ജ് ആയിട്ട് മാറി. ബീഫും മട്ടനും സ്പൈസസും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സേവറി സൂപ്പായിരുന്നു ഇത്. അതും റിലീജിയസ് ഫാസ്റ്റിംഗ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആളുകൾ കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് 16th സെഞ്ചുറിയിൽ ആ ബ്രോത്തിന് പകരം മാവും മുട്ടയൊക്കെ ചേർത്തിട്ട് ഈ ഒരു സൂപ്പിനെ ഒരു ബോയിൽഡ് പുഡിംഗ് ആക്കി മാറ്റി. ശരിക്കും ഇന്ന് നമ്മൾ കാണുന്ന ബേക്ക്ഡ് കേക്ക് യഥാർത്ഥത്തിൽ ജനുവരി 5 12th നൈറ്റ് കേക്ക് ആയിട്ടായിരുന്നു ആഘോഷിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ വിക്ടോറിയൻ എറയിലെ ക്യൂൻ വിക്ടോറിയ 12th നൈറ്റ് പാർട്ടീസ് ഒക്കെ നിരോധിച്ചു. അങ്ങനെ ഇത് നിന്നപ്പോഴത്തേക്ക് ബേക്കേഴ്സ് ഈ ഒരു കേക്കിനെ December 25th റീബ്രാൻഡ് ചെയ്ത് ക്രിസ്മസ് കേക്ക് ആയിട്ട് വിൽക്കാനായിട്ട് തുടങ്ങി. അതുപോലെ അന്നത്തെ കാലത്ത് വിന്റർ സമയത്ത് ഫുഡിന് നല്ല ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ചീത്തയാകാതിരിക്കുന്ന കുറെ നാൾ യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ടൈപ്പായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, ആൽക്കഹോൾ, നട്ട്സ് ഒക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്.